നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ ലോകത്ത് കൂടുതലും. ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 90% ഓഫ് ദ തിങ്സ് വാട്ട് എവർ ഇസ് ഹാപ്പനിങ് അറൗണ്ട് us ഇസ് അൺഅവൈലബിൾ ഫോർ us. നൗലി ചെയ്താൽ പിന്നെ ആനന്ദം കിട്ടും, അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും എന്നുള്ളത് എഴുതിയിട്ടുണ്ടായിരുന്നു. പാരസിമ്പത്തറ്റിക് ആക്ടിവിറ്റി, ഈ റിലാക്സ് അല്ലെങ്കിൽ അത് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഓവർലോഡായിട്ടാണ് ഓരോരോ ഓർഗൻസും പ്രശ്നം വരുന്നത്. സയൻറ്റിഫിക്കലി വല്ല പിന്നെ എക്സ്പ്ലനേഷനും തരാൻ പറ്റുമോ? ഇതാണ് എന്നോട് ചോദിക്കുന്നത്. യോഗ ഇത്രയും ഒരുപാട് മണിക്കൂറുകൾ ഞാൻ പറയുമ്പോൾ എന്നോട് ചോദിക്കുന്നത് ഇത് തന്നെയാണ്. ഈ സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ഒന്ന് കോറിലേറ്റ് ചെയ്താൽ സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ടു ബി വെരി പ്രിസൈസ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ ലോകത്ത് കൂടുതലും. ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 90% ഓഫ് ദ തിങ്സ് വാട്ട് എവർ ഇസ് ഹാപ്പനിങ് അറൗണ്ട് us ഇസ് അൺഅവൈലബിൾ ഫോർ us. നമുക്ക് മനസ്സിലാക്കുന്നതിൻ്റെ അപ്പുറമാണ്. സയൻസ് ഹാസ് എ ലിമിറ്റ്, മനസ്സിലാക്കുക. എല്ലാ സയൻസിനും ഒരു ലിമിറ്റ് ഉണ്ട്. സയൻസ് തുടങ്ങുന്നത് അങ്ങനെ തന്നെയല്ലേ? ലെറ്റ് us സപ്പോസ് അങ്ങനെയാണ് സയൻസ് തുടങ്ങുന്നത്. ഫിസിക്സ് ഒക്കെ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഈ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ സയൻസ് തുടങ്ങുന്നത് തന്നെ ലെറ്റ് us സപ്പോസ് അങ്ങനെയാണ് തുടങ്ങുന്നത്. പക്ഷേ നമ്മളെ സയൻസ് അങ്ങനെയല്ല. അപ്പോൾ നമുക്കതിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഞാൻ അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ, ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതാണ്. ചെറിയൊരു എക്സാമ്പിൾ. ഇപ്പം ഒരുപാട് ഈ സെറോട്ടോണിൻ, ഡോപ്പമിനിൽ ഒരുപാട് കേസ് സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പണ്ട് മുതൽ തന്നെ ഇപ്പോൾ ആയുർവേദ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാലല്ല എല്ലാവിടെയും ഉണ്ടാവും അഗ്നിദീപനം. എല്ലായിടത്തും കാണാം അഗ്നിദീപനം. ഏത് അസുഖത്തിനും ആദ്യം പറയാം അഗ്നിദീപനം, അല്ലെങ്കിൽ പാചകയായിട്ട് എന്തെങ്കിലും കൊടുക്കുക. അതായത് സംതിങ് റിലേറ്റഡ് ടു ദ സ്റ്റൊമക്ക് ആൻഡ് ഡൈജഷൻ. അതേപോലെയാണ് ആയുർവേദത്തിലും പല ബെനിഫിറ്റ്സും, പല ആസനാസിൻ്റെ ബെനിഫിറ്റ്സിൽ, പിന്നെ പ്രാണായാമിൻ്റെ ബെനിഫിറ്റ്സിൽ അങ്ങനത്തെ ശ്ലോകങ്ങളുണ്ട്. ആ ശ്ലോകത്തിലൊക്കെ ഒരു വേർഡ് ഇതായിരിക്കും, അതായത് അഗ്നിദീപനം. അതെങ്കിൽ നമ്മൾ പിന്നെ ആമഹാരം അങ്ങനെ എന്തെങ്കിലും ഒരു വേർഡ് ഉണ്ടാവും. ദാറ്റ് ഈസ് വെരി സ്പെസിഫിക്കലി അബൌട്ട് ഡൈജഷൻ. അപ്പോൾ വയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുള്ളത് നമുക്കതിൽ മനസ്സിലാക്കാം. പല അസുഖങ്ങളും വയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏത് അസുഖങ്ങളും നമുക്കെല്ലാം, ഇപ്പം ഉറക്കില്ലായ്മ, ഡിപ്രഷനിലേക്ക് അവസാനം ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസ് പറയുന്നതാണ് സെറോട്ടോണിൻ, ഡോപ്പമിൻ ഒക്കെ പ്രശ്നം വരുന്ന വയറുന്ന ഗട്ട് മൈക്രോബിയം എന്നാണ് പറയുന്നത്. അപ്പോൾ ഗട്ട് മൈക്രോബിയം നന്നാക്കുക, അല്ലെങ്കിൽ പിന്നെ ദഹന വ്യവസ്ഥ ശരിയാക്കുക എന്നുള്ളതാണ്. പക്ഷെ പണ്ട് എത്രയോ വർഷങ്ങൾ മുമ്പ് നൗലി എന്ന് പറഞ്ഞിട്ടൊരു ഷഡ്ക്രിയയുണ്ട്, അതായത് ഒരു ക്ലെൻസിങ് പ്രോസസ്സ് ഉണ്ട് യോഗയിൽ. അതിൽ ആ ശ്ലോകത്തിൽ പറയാണ്, പിന്നെ ആനന്ദം തരും നൗലി ചെയ്താൽ. ആ ശ്ലോകത്തിൻ്റെ ഒരു വേർഡാണ് ആനന്ദലീല. അതിൻ്റെ അവസാനത്തെ ഒരു വേർഡാണ് ആനന്ദലീല. നൗലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അബ്ഡമിനൽ മസിൽസിനെ ഒന്ന് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തൊരു ഒരു സോർട്ട് ഓഫ് പിന്നെ എക്സസൈസ് പോലെ കൊടുത്തിട്ട് രാംദേവ് മഹാരാജെല്ലാം ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. നൗലി എന്ന് വെച്ചാൽ അബ്ഡമിനൽ മസിൽസ് ഇങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടുള്ളതാണ്. അത് ചെയ്യുമ്പം പിന്നെ ആനന്ദം കിട്ടും എന്നല്ലേ അതായത് ശ്ലോകം. പക്ഷേ ഇത് പറയുന്നത് നമ്മൾ ഈ അബ്ഡമിനൽ മസിൽസ് അല്ലെങ്കിൽ നമ്മളെ വയറും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻറ്റേർണൽ മെഡിസിൻ ആയിക്കോട്ടെ, എക്സ്റ്റേണൽ ഫിസിക്കൽ ആക്ടിവിറ്റി ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യുമ്പം ആ വയറിൻ്റെ ഉള്ളിൽ സെക്രീഷൻ നടക്കുകയാണ്. സെറോട്ടോണിൻ പിന്നെ വയറിൻ്റെ ഉള്ളിൽ സെൽസ് ഉണ്ടാക്കുന്ന ഒരു പിന്നെ എൻസൈമാണിത്. ഇറ്റ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ ബ്രെയിൻ. അപ്പോൾ ബ്രെയിനിൽ ഒരു ഹാപ്പിനെസ് മോഡ് ഉണ്ടാക്കാൻ ഈ ഹോർമോണിൻ്റെ ആവശ്യമുണ്ട്. പണ്ട് സെറോട്ടോണിനൊന്നും ആരും കണ്ടുപിടിച്ചില്ലായിരുന്നു 5000 വർഷങ്ങൾ മുമ്പ്. പക്ഷേ ആചാര്യൻ അത് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ബെനിഫിറ്റിൽ എഴുതിയിട്ടുണ്ട്. നൗലി ചെയ്താൽ പിന്നെ ആനന്ദം കിട്ടും, അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും എന്നുള്ളത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ പിന്നെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം നമുക്കൊന്ന് ഡീകോഡ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നമുക്ക് ഡീകോഡ് ചെയ്യാൻ ആളുണ്ടാവണം, നമുക്ക് ഡീകോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. എല്ലാം ഇപ്പം നമുക്ക് ലെഫ്റ്റ് നോസ്ട്രിൽ ആൻഡ് റൈറ്റ് നോസ്ട്രിൽ, അനുലോമ വിലോമ പ്രാണായാമം എല്ലാവരും ഏകദേശം ഇത്തിരി യോഗ പഠിച്ചവരൊക്കെ ചെയ്യുന്നതാണ്. ലെഫ്റ്റിലേ ബ്രീത്ത് ചെയ്യുക, റൈറ്റിലേ വിടുക, റൈറ്റിലേ ബ്രീത്ത് ചെയ്യുക, ലെഫ്റ്റിലേ വിടുക. എന്താണ് ഈ ലെഫ്റ്റും റൈറ്റും? എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അപ്പോൾ ലെഫ്റ്റിലേ എന്ന് പറയുമ്പോൾ പാരസിമ്പത്തറ്റിക് ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയും. അതിൽ 2 തരമാണ്, പാരസിമ്പത്തറ്റിക്, സിമ്പത്തറ്റിക്. സിമ്പത്തറ്റിക് ആക്ടിവിറ്റി ഓഫ് ദ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആക്ഷൻസ് ഓഫ് ദ ബോഡി ഈസ് സിമ്പത്തറ്റിക് ആക്ടിവിറ്റി. അതായത് ഇപ്പം ഞാൻ ഈ കൈയും കാലും അനക്കുന്നു, സംസാരിക്കുന്നു, പിന്നെ ഹൃദയം നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വയർ ഡൈജഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇതൊക്കെ സിമ്പത്തറ്റിക് ആക്ടിവിറ്റിയാണ്.
പാരസിമ്പത്തറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പം എല്ലാം ഡൈജസ്റ്റ്, റിലാക്സ് ആൻഡ് ഡൈജസ്റ്റ്, ഈസ് ആൻഡ് ഡൈജസ്റ്റ് എന്ന് പറയും നമ്മൾ. എല്ലാം റിലാക്സേഷൻ ഏരിയ, അതായത് ഏത് ആക്ടിവിറ്റീൻ്റെയും ഒരു റിലാക്സേഷൻ ഏരിയ ഉണ്ടാവും. അതാണ് പാരസിമ്പത്തറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അനുലോമ വിലോമം നമ്മൾ ചെയ്യുമ്പം ലെഫ്റ്റും റൈറ്റും നമ്മൾ ബാലൻസ് ചെയ്യുക ചെയ്യുന്നത്. ഈഡാ നാഡി ആൻഡ് പിംഗള നാഡി ആർ ബീൻ ബാലൻസ്ഡ് സോ ദാറ്റ് സുഷുമ്ന നാഡി ഈസ് പെർഫെക്റ്റ്. അപ്പോൾ എന്താണ് ഈഡാ നാഡി? സിമ്പത്തറ്റിക് ആക്ടിവിറ്റി, പാരസിമ്പത്തറ്റിക്. റൈറ്റ് പിംഗള നാഡിയാണ് സിമ്പത്തറ്റിക് ആക്ടിവിറ്റി. അപ്പോൾ ഇത് നമ്മൾ ബാലൻസ് ചെയ്യുമ്പം ഇപ്പം നമുക്ക് ചെറുപ്പം മുതൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് മാത്രമേ എല്ലാവരും പഠിപ്പിച്ചിട്ടുള്ളൂ, ഇൻക്ലൂഡിങ് അവർ പേരൻസ്. ഓക്കെ, അറിവില്ലായ്മ ആർക്കും ആവാമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? നേരെ നടക്ക്, ഓക്കെ, നേരെ ഇരിക്കുക, അതങ്ങനെ ഇതിങ്ങനെ ചെയ്യുന്നൊക്കെ പഠിപ്പിക്കാൻ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. റെസ്റ്റ് എങ്ങനെ എടുക്കണം, ഇതിനൊക്കെ എങ്ങനെ റെസ്റ്റ് കൊടുക്കണം എന്നാരും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് തല മുതൽ കാല് വരെ ഇപ്പോൾ പ്രശ്നങ്ങളായി കിടക്കുന്നത്, ഇല്ലേ? വി ആർ ബീൻ യൂസ്ഡ് മോർ. ബ്രെയിൻ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. വേണ്ടതും വേണ്ടാത്തതൊക്കെ ചിന്തിച്ച് നമ്മൾ ബ്രെയിൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഉറക്കില്ലായ്മ വന്നു, സിമ്പിൾ. പക്ഷെ എങ്ങനെ ഈ പറയുന്ന ജോലികളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ബ്രെയിൻ ക്വയറ്റ് ആക്കേണ്ടത്, അതായത് ഈ സിമ്പത്തറ്റിക് ആക്ടിവിറ്റി ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ പാരസിമ്പത്തറ്റിക് ആക്ടിവിറ്റി, ഈ റിലാക്സ് അല്ലെങ്കിൽ അത് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഓവർലോഡായിട്ടാണ് ഓരോരോ ഓർഗൻസും പ്രശ്നം വരുന്നത്. ടെൻഷൻ അടിച്ച് ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് ഇറ്റ് ഈസ് ബീൻ എന്താ പറയുക, സ്റ്റിമുലേറ്റഡ്. ഹാർട്ട് ഈസ് ബീൻ സ്റ്റിമുലേറ്റഡ്, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഈസ് ബീൻ സ്റ്റിമുലേറ്റഡ്. പക്ഷേ ഇതൊക്കെ എങ്ങനെ ഈസ് ചെയ്യേണ്ടത്, എങ്ങനെ റെസ്റ്റിൽ കൊണ്ടുപോകേണ്ടതെന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പാരസിമ്പത്തറ്റിക് ഏരിയ ആരും ചിന്തിച്ചിട്ടേ ഇല്ല. സിമ്പത്തറ്റിക് ഏരിയ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യോഗ പറയുന്നു അനുലോമ വിലോമ അല്ലെങ്കിൽ നാഡീശോധന എന്ന് പറയുന്ന ഈ ഒരു പ്രാണായാമം ചെയ്താൽ ഇത് ബാലൻസ് ആവാൻ തുടങ്ങും. അതായത് ബ്രെയിൻ ആയിക്കോട്ടെ, സ്റ്റമക്ക് ആയിക്കോട്ടെ, വിരലായിക്കോട്ടെ, ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്യുമ്പം സെയിം ടൈം അതിനെ ഡീആക്ടിവേറ്റ് ചെയ്ത് അതിന് റെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറും കൂടിയാണിത്. അപ്പം അങ്ങനെ ബാലൻസ് ചെയ്യുമ്പം ആണ് സുഷുമ്നയിലെ കൂടി പ്രാണ സഞ്ചരിക്കുന്നത്, അതായത് ഹെൽത്തി ആവുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സയൻറ്റിഫിക്കാണ്. ഇതിനേക്കാളും സയൻറ്റിഫിക്കായിട്ട് ഇപ്പോഴും ആൾക്കാർ ചിന്തിച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഈ സയൻസൊക്കെ ഇപ്പോൾ ആൾക്കാർ ചിന്തിച്ച് തുടങ്ങിയതേ ഉള്ളൂ. പക്ഷേ ആപ്തന്മാർ, ആചാര്യന്മാർ പണ്ടേ ഇതൊക്കെ മനസ്സിലാക്കി അതിനുള്ള പോംവഴിയും കൂടി എഴുതിയിട്ടാണ് ആ പുസ്തകം മടക്കി വെച്ചത്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.